ഗുഡ് മോർണിംഗ് സുന്ദരീസ്. അപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ റെഡി അവിടെ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഷോർട്സ് പോലെ തന്നെ അങ്ങനെ എടുക്കണം. പക്ഷെ അതിനുള്ള സമയം ഉണ്ടായില്ല. ഞാൻ ഇന്നലെ കാണിച്ചില്ല, ഒരു ക്രോപ്പ് ടോപ്പും ജീൻസും. ഇത് പണ്ടെപ്പോഴോ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഷർട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായി. ഇതുവരെ ഇടാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അവസരം ഉണ്ടായിച്ചാലും തപ്പി പിടിച്ചെടുക്കാൻ അറിയണ്ടായിരുന്നില്ല എവിടെ ഇരിക്കണ്ടായിരുന്നു എന്നുള്ളത്. നല്ല കേട്ടോ. അതിന് ബട്ടണൊക്കെ ഉണ്ട്. കുറച്ച് ചൂടെടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ സഹിക്കും. കാരണം എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത്രയും ചൂടെടുക്കുകയാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് മൈ ഗ്ലാമിൻ്റെ കപ്പ് കേക്കിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നിന്നോളും കുറേ നേരം. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കണത്. വിസ്താരയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിട്ടു. നല്ല ഉറക്കക്ഷീണമില്ലേ? ഞാൻ വിചാരിക്കണേ ഇതിൽ തന്നെ ഇരുന്ന് ഉറങ്ങാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഒട്ടും സമയമില്ല. ഇനി ചെരുപ്പ് ഇടണം. ഷൂസ് ഇടാച്ചിട്ടാണ്. സ്ഥിരമായിട്ട് ഷൂസ് തന്നെ ഇടാച്ചിട്ടാണ്. പിന്നെ ഞാൻ രാവിലെ എന്നിട്ട് മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തു കേട്ടോ. ഫുള്ളായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാണാണ്ടോ? അത്യാവശ്യം സ്ട്രെയിറ്റൻ ചെയ്തു. എനിക്ക് പിന്നീട് നല്ല ചൂടെടുത്തു കേട്ടോ. അപ്പം ഞാൻ ആ ജാക്കറ്റൊക്കെ ഊരി മാറ്റി. ഇനിയിപ്പോൾ എന്തായാലും എയർപോർട്ടിൻ്റെ അവിടെ എത്തട്ടെ വിചാരിച്ചു. എണീറ്റു, ഏകദേശം എണീറ്റു. ഇനിയിപ്പം ഞാൻ ഏട്ടൻ്റെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താറായി കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി കേട്ടോ. എത്തിയില്ലേ? ഇമ്മ പതുക്കെ ഫ്രണ്ടിലേക്ക് പോയി. ഇവിടെ ഇവിടെ അങ്ങട് ബേബി ഉറക്കത്തുനിന്ന് ഇങ്ങനെ വന്ന കാരണം മുടിയൊക്കെ ചപ്പറായിട്ടിരിക്കണേ. അപ്പം എൻ്റെ അനിയനാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അവനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ 3 ആളും കൂടി എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഇനി ബാഗ്സൊക്കെ അവിടെ കൊടുത്ത് നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും തനിയെ പോണ സമയത്ത് ഏട്ടൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ആയിരിക്കും, പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിക്കുമ്പോൾ മിക്കവാറും ഞാൻ തനിയായിരിക്കുമല്ലോ വരിക. അപ്പോൾ എന്തായാലും ഞാൻ ലേറ്റ് ആയിരിക്കും. മിക്കവാറും എൻ്റെ പേര് വിളിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ എത്തുക ലാസ്റ്റ്. പക്ഷേ ഏട്ടൻ്റെ ഒപ്പം പോകുമ്പോൾ ഭയങ്കര കറക്റ്റല്ല നേരത്തെ ആയിരിക്കും എത്തുക. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ കുട്ടി? യാ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചാലോ വിചാരിച്ചു. ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട്, പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കണേക്കാട്ടിനും മുന്നേ ഇമ്മൂനെ ഒന്ന് റെഡി ആക്കണം. ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രഷ് ആക്കി പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിക്കോളും. ഇപ്പോൾ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കണത്. മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്തു കൂട്ടാം, പക്ഷെ എന്നാലും ഒരു ഉഷാറില്ല. മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉഷാറായി റെഡി ആയിക്കോളും. റെഡി ഇഷ്കുണ്ടോടാ? എന്താ കഴിക്കാൻ പോണ്? ദോശ. ഭയങ്കര വില, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഭയങ്കര വിലയാണ് കേട്ടോ ഇവിടെ എയർപോർട്ടിൽ. തീരെ താല്പര്യം. പക്ഷെ ഫ്ലൈറ്റ് വരാൻ എപ്പോഴാണ് ഫ്ലൈറ്റ്? 9 മണിക്കാണ്. ഇമ്മക്ക് വിശന്ന് പോരി. ഇമ്മക്കുട്ടി 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കഴിക്കാം, എന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് അടുത്ത റൗണ്ട് കഴിക്കാം അല്ലേ? നല്ല ഉറക്കം വരുന്നുണ്ട്. How is ദോശ? As usual. വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. വടയൊക്കെ ശരിക്കും അടിപൊളിയല്ലേ, നല്ല ചൂടുണ്ട്. എനിക്കും ടേസ്റ്റ് തോന്നിട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായി. സാധാരണ എയർപോർട്ടിലെ ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. ഇത് കല്ലപ്പാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ല, പക്ഷെ ഏട്ടന് ഇഷ്ടമാണ്. എന്നാലും പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. വിസ്താരയിൽ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടില്ല. ഏട്ടൻ പോയിട്ടില്ലല്ലോ? മുംബൈയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ബ്ലണ്ട് ടേസ്റ്റാണ്. എന്നാലും ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ നേരത്തെ കഴിച്ച് ശീലിച്ചിട്ടേ. ഞാനും അതെ.
7-7:30 ആകുമ്പോൾ കഴിക്കണ കാരണം ഭയങ്കര വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഹലോ, നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. Are you excited? Yes. 3-hour flight. ഉറങ്ങിക്കൊള്ളു. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഉറങ്ങാണ്. ഇമ്മക്കുട്ടി ഇവിടെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് വരുമല്ലോ, ഫുഡ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും അല്ലേ ഇമ്മക്കുട്ടി? നെറ്റില്ലാണ്ട് എന്തായാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് രണ്ടാൾക്കും കൂടി ഇരുന്ന് വരയ്ക്കാമെന്ന്. എടുത്തോളൂ, വരയ്ക്കാം. ബോറടിക്കുന്ന തന്നെ ഇമ്മക്കുട്ടിക്ക് എന്തെങ്കിലും കാണണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നെറ്റില്ലല്ലോ, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. എടുത്തോളൂ, നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. വരയ്ക്കാടാ, അല്ലെങ്കിൽ ഹാരി പോട്ടർ വായിച്ചോളൂ. അല്ലെങ്കിൽ വായിക്കണ്ട, ചിലപ്പോൾ ഇതിൽ പോകുമ്പോൾ ചിലപ്പോൾ തലവേദന എടുത്താലോ. ഞങ്ങളിങ്ങനെ ഫുഡ് കാത്തിരിക്കും. വിശക്കുണ്ടായി കുട്ടിക്ക്. അങ്ങനെ ഫുഡ് വന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാറ്റോ ഫ്രൈ, ഒരു ഓംലെറ്റ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട്, അത് നോൺ വെജ്. വെജ് ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാറുമാണ്. പിന്നെ രണ്ടിൻ്റെ ഒപ്പം ബണ്ണുണ്ട്. വെരി നോർമൽ, അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നും അങ്ങനെ ഭയങ്കര ടേസ്റ്റിന്നോ ഒന്നും പറയാനില്ല. നമുക്ക് കഴിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. കഴിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങുന്ന ദൃശ്യമാണ് കേട്ടോ അത്. ശരിക്കും ഉറങ്ങായിരുന്നു. അങ്ങനെ നമ്മളെത്തി. എൻ്റെ ട്രൈപോഡ് പൊട്ടിന്ന്, എന്തൊരു കഷ്ടമാണെന്നറിയോ. മറ്റേ വലിയ ട്രൈപോഡില്ല, അതുണ്ടെങ്കിൽ ഭയങ്കര സൗകര്യമാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോസ്, നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അതിലെടുക്കാറ്. ഇനിയിപ്പോൾ നോക്കണം എന്താ വേണ്ടതെന്ന്. അവിടെ പോയി നമുക്ക് അന്വേഷിച്ച് നടക്കാനൊക്കെ പാടല്ലേ. ഞാൻ നന്നായി ഉറങ്ങിട്ടോ. ഇനി പറ്റുകയാണെങ്കിലേ ഞങ്ങളിവിടുന്ന് ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടേക്ക് ഓർഡർ ചെയ്ത് നോക്കാം. എന്താണ് കിട്ടിയേ? കുട്ടിക്ക് ഫ്രീ സൺസ്ക്രീൻ കിട്ടി. ഞാനില്ലേ സംസാരിക്കുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. കാരണം ഞാനിപ്പോൾ മൈക്ക് മേടിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമ്മളുണ്ട് ഇപ്പോൾ ഡൽഹി വന്നു വെച്ചാലും നമ്മൾ ഇവിടുന്ന് നേരെ ആഗ്ര പോവാണ്. അപ്പോൾ ആഗ്ര പോയിട്ട് അവിടെ നാളെ താജ്മഹൽ. ഇപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ ദൂരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വട്ട എന്നിട്ട് നമുക്ക് ആഗ്ര പോയി താജ്മഹൽ കണ്ടിട്ട് എഗെയിൻ നമ്മൾ തിരിച്ചു വരും ഡൽഹിയിലേക്ക്. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം സരോജിനി മാർക്കറ്റാണ്. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ. എൻ്റെ പ്ലാനാണ് സരോജിനി മാർക്കറ്റ്. അതും ഒറ്റയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. പക്ഷെ അവസാനം എത്തിയപ്പോൾ രണ്ടാൾക്കും അത്ര വിശ്വാസം പോരാ. രണ്ടാൾക്കും എനിക്കും വേണ്ട ഞങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് എവിടെ പോവും? സരോജിനി മാർക്കറ്റിൽ പോവും. എന്നിട്ട് നമ്മൾ കുറേ ഷോപ്പ് ചെയ്യും അല്ലേ കുട്ടി? അപ്പം അതാണ് നമ്മുടെ ബേബി. അതാണ് നമ്മുടെ എടാ നേരെ നിൽക്ക്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അത്യാവശ്യം വലിയ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്നത്. അല്ല, ഞാൻ ഡൽഹിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഡൽഹി എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ നല്ല വലുത്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. ഇനിയിപ്പോൾ നേരെ പോവാം നമുക്ക്. ഇത് ഞാൻ പറയാൻ മറന്നോട്ടെ, ഇന്ന് ഹോളിയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണത്. ഇവിടെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. കിട്ടിപ്പോയി. അപ്പം അതേ നമ്മളെ പെട്ടികൾ അതിൽ വെച്ചോടാ. എന്തൊരു ആത്മാർത്ഥത. ഓക്കെ, പിടിച്ചോളൂ. നമ്മൾ ആഗ്രയിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അതൊരു കുട്ടി വ്ളോഗ് ചെയ്യണം. കണ്ടോ, ചെറുത് മുഷേ.
ഇനിയിപ്പോൾ ഒരു 3.5 hours ജേർണി ഇല്ല കേട്ടോ ആഗ്രയിലേക്ക്. അപ്പോൾ ഞാൻ ആ സമയത്ത് കാറിലിരുന്ന് എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇമ്മക്കുട്ടി ഫ്ലൈറ്റിൽ കുഴപ്പമില്ലായിരുന്നു. കുറേ നേരം ഇരുന്ന് നെറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്നും നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇരുന്ന് വായിച്ചു, വരച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. അല്ലേ ഇമ്മോ, വായിച്ചില്ലേ? അപ്പോൾ ഇനി കുറച്ച് ദൂരം ഉണ്ടല്ലോ, എന്തായാലും 3.5 മണിക്കൂറുണ്ട്. ഇനി ഫുഡിൻ്റെ സമയമുണ്ട്, ഇനി അതിലും കൂടിയാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഉറങ്ങാം. ഒന്ന് ഉറങ്ങി ഒന്ന് റെഡി ആകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ അധികം തണുപ്പൊന്നും ഇല്ല കേട്ടോ. എത്രയുണ്ട് കേട്ടോ? നമ്മളൊരു ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ചിൽ വൈബില് അല്ല അല്ലേ, അത്രയും പോലും ഇല്ല അല്ലേ? എന്തിനാണോ അതൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഡൽഹിയിലുള്ള ബാക്കിയൊക്കെ സാധാരണ ക്രോപ്പ് ടോപ്പൊക്കെ എടുത്തിട്ടാണ്, പ്രശ്നമില്ല. മണാലിയിൽ വലിയ തണുപ്പ് കാണില്ല അല്ലേ? മണാലിയില് 14 ഡിഗ്രി നോക്കാം. രസമുണ്ട് കേട്ടോ, അവിടെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. 3.5 മണിക്കൂറാണ് പറഞ്ഞത് ഇവിടുന്ന് ആഗ്രയിലേക്ക്. ബേബി ക്ഷീണിച്ചോടാ? അപ്പോൾ ഇത് ആക്ച്വലി ഒരു ധാബ പോലത്തെ ഒരു സെറ്റപ്പാണ്. ധാബ തന്നെയാണ്, പല 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 ഇങ്ങനെ ഹോട്ടൽസും അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഐസ്ക്രീം ഉണ്ട്, പിന്നെ ചാട്ട്സ് ഉണ്ട്, പിന്നെ ഈ പറാട്ടാസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പറാട്ടാസ് തന്നെയല്ലേ ഏറ്റവും നല്ലത് പറയാൻ. ദോശയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മുടെ സൗത്ത് ഇന്ത്യയിലത്തെ ആ ഒരു ഇതല്ലല്ലോ ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പറാട്ടാസൊന്നും അവരുടെ അത്ര നല്ലതല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ 2 സ്ഥലത്തൊന്നും കഴിച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ ഗോവയിലാണെങ്കിൽ സ്ഥിരം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് തോന്നണം അവരുടെ ഫിഷ് താലിയൊക്കെയാണ്. അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇത് ആലു പൊറാട്ട നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫ്രഷാണ്, സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട്. ഇമയ്ക്ക് പക്ഷേ അത്ര ഇഷ്ടമായില്ല. ഇമയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ പറാട്ടാസൊന്നും അത്ര പിടുത്തില്ല. അവൾ ടിപ്പിക്കൽ മലയാളിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ഏറ്റവും ഇഷ്ടം ദോശ തന്നെയാണ് കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചായ ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. ഏട്ടൻ മേടിച്ചിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ മസാലാസും ഇലൈച്ചി മറ്റേ ഇതില്ലേ, അയ്യോ ഏലക്ക അതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അത് ജൽജീരയാണ് കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജൽജീര നമ്മുടെ ഈ പാനിപ്പൂരിയിലത്തെ വെള്ളം ഉണ്ടാവില്ലേ, ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ അത് കുടിച്ചു, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ, നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്കിഷ്ടമായി. ഇമോന് തീരെ ഇഷ്ടമായില്ല. ഇമ്മക്കുട്ടി മാഗി ആയിരുന്നു പറഞ്ഞത്. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇമ്മ മാഗി കഴിക്കണം. ഞങ്ങളുടെ വീട്ടിൽ തീരെ ഉണ്ടാക്കാറില്ല. പിന്നെ എസ്പെഷ്യലി ഞാനിപ്പോൾ ഇങ്ങനെ ഡയറ്റും കൂടി നോക്കണ കാരണം അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഫുഡ് തന്നെ കൂടുതൽ ഇമ്മക്കുട്ടി കഴിക്കുക. അപ്പോൾ അത് മസാലാസും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. ഭയങ്കര മിതത്വത്തിലുള്ള ഹെൽത്തി ഫുഡാണ് കൂടുതലും ഞാൻ കൊടുക്കണം. അപ്പോൾ അതും കൂടി ആയപ്പോൾ മാഗി കുറേ നാളായില്ലേ കഴിക്കാണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് കഴിച്ചു. പിന്നെ ചോലെ ഭട്ടൂര ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ വെയിലിന് അങ്ങനെ തീക്ഷ്ണതയില്ല, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. തണുപ്പൊന്നുമില്ല, ഭയങ്കര തണുപ്പ് അങ്ങനെയൊന്നുമില്ല, എന്നാൽ ഭയങ്കര ചൂടുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സരോജിനി മാർക്കറ്റിലൊക്കെ ഷോപ്പിംഗ് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഈ ക്ലൈമറ്റിൽ ഷോപ്പിങ്ങിന് പോകാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അതിൽ കൂടെ കയറാം. പിന്നെ ഹോളി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് അധികം പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ എത്തിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞാൻ പ്രതീക്ഷിച്ച ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര ചൂടും ഉണ്ടായിരുന്നില്ല. കുറേ കൂടി ഒരു ഫേവറബിൾ ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഇനി ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ടൈറ്റ് ആവും കേട്ടോ. നമ്മളങ്ങനെ ആഗ്ര എത്തിയിട്ടോ. അതേ നമ്മളെ ഹോട്ടലെത്തിനെക്കാട്ടും മുന്നുള്ള സ്ഥലം ഈ റെഡ് ഫോർട്ടാണ്. നമ്മളിന്ന് ആഗ്ര റെഡ് ഫോർട്ടാണ്. പറ്റീച്ചെന്ന് ഇവിടേക്ക് വരണമെന്നുണ്ട്. 2 മണിക്കൂർ എടുക്കുമല്ലേ ഏട്ടാ അത് ഫുള്ള് കണ്ടു തീർക്കാനായിട്ട്? ഇവിടെ നാളെ ഹോളി അല്ലേ, ഇവിടെ മൊത്തത്തിൽ നാളെ ഹോളി അല്ലേ, അതിന്റെ ബഹളാട്ടോ. ഇവിടെ ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വലുതാട്ടോ. ഓ അടിപൊളി കേട്ടോ.
കേട്ടോ. അങ്ങനെ ബട്ട് അത് വർത്തായിരിക്കും അല്ലേ. നമ്മളാരും കണ്ടിട്ടില്ല. ഞങ്ങൾ 3 പേര് ഏട്ടൻ വന്നിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷെ मेट्रो स्टेशन ताजमहल से रेड फोर्ट भी जा सकते हैं. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. റൂം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഭയങ്കര കംഫർട്ടബിളാണ്. ഒരു ശരിക്കും ഒരു വീട് തന്നെയാണ് കേട്ടോ. വീട്ടിലെ ഒരു റൂം ഇതാ ഇങ്ങനൊരു റൂമാണ് നമുക്ക് തന്നിട്ടുള്ള. ഫുഡും ഉണ്ട്. പിന്നെ ബാത്റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാഡം ഇതാട്ടോ. ഇവിടെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്, അത് സാരമില്ല. ഇത് ലൈറ്റില്ലേ? അതാ എന്തേ അത് സാരമില്ല, കുഞ്ഞിക്രാക്കല്ലേ. കുഞ്ഞിക്രാക്ക്. അപ്പൊ നമ്മള് റെഡ് ഫോർട്ട് പ്ലാൻ ക്യാൻസൽ ആയിട്ടോ. ക്യാൻസൽ ആയിട്ട് ഹോളിയുടെ ബഹളാണ്. റെഡ് ഫോർട്ട് ഇപ്പൊ അടച്ചിട്ടുണ്ടാവും പറഞ്ഞു. അപ്പൊ നമ്മൾ താജ്മഹലിലേക്ക് തന്നെ പോവാണ്. അവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. നാളെ നമ്മൾ സൺറൈസ് കാണില്ല കേട്ടോ. നാളെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കാണാൻ പോണേ. ഞാൻ ആഗ്രയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സൽവാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ എന്താ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ജാക്കറ്റ് മാത്രം ഒന്ന് മാറ്റി, ജസ്റ്റ് ജാക്കറ്റ് മാത്രം മാറ്റിയിട്ട് വേഗം അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ഒന്ന് തൊട്ട് വെച്ച് കൊടുത്തു. അപ്പൊ കുറച്ചൊരു ചിൽ ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ട്രൈപോഡ് പൊട്ടിയില്ല, അതെനിക്ക് സങ്കടമായി. അതിന്റെ ഗെറ്റ് റെഡി വെച്ച് എടുക്കണതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ മാറാനില്ല. അതാ ഓക്കെ. ഇപ്പൊ ഇവിടെ പോയി ഇത് മാത്രമല്ലേ നമുക്ക് കാണാനുള്ളൂ, താജ്മഹൽ. വീഡിയോയിലല്ലേ? എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് നാളെ ആദ്യമായിട്ട് കാണണം. ഞാൻ ഇന്നത്തെ അടുത്തേക്ക് വരണമെന്ന് പറയാം, അല്ലെങ്കിൽ കേൾക്കില്ല. കുറേ പശുക്കൾ ഇങ്ങനെ ഓടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് നോക്കിയത്. കുറേ എണ്ണം ഇങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ പോകണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ഒരു കുഴപ്പമില്ല. അവരെങ്ങനെയെങ്കിലൊക്കെ ഓട്ടമൊക്കെ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചൊക്കെ എടുത്ത് കൂളായിട്ട് നമ്മളെ എത്തിക്കും. ഇവിടെ വരണമെന്ന് വിചാരിച്ചാൽ ഈ ആഗ്ര ഫോർട്ടില്ലേ, പക്ഷെ അത് അടച്ചിരുന്നു അപ്പോഴേക്കും. അതാ പിന്നെ താജ്മഹലിൻ്റെ ബാക്കിലത്തെ വ്യൂ ഉണ്ടല്ലോ, സൺസെറ്റ്, അത് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ ഓട്ടോയില്, ഇവിടെ ഓട്ടോനെ പോലെ ടുക് ടുക് എന്നല്ലേ പറയണേ. പോലൊന്നുമില്ല, എന്താ പറയണേ ബേബി. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നടന്ന് പോവാട്ടോ. ഇവിടെ കംപ്ലീറ്റ്ലി വൈബ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എസ്പെഷ്യലി നാളെ ഹോളിയും കൂടി ആയതുകൊണ്ട് ഇതിങ്ങനെ വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം രാത്രി വരെയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ല. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം. അങ്ങനെ ചില്ല് ചെയ്യാൻ വരുന്ന ആളുകളാണ് കൂടുതൽ. സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. മാവ കണ്ടോളൂ. എന്താ തോന്നണേ കണ്ടിട്ട്? അച്ഛനെ പിച്ചു. അയ്യോ, ഇത് വേണോ ഏട്ടാ? ഏട്ടാ ഇതെടുക്കണില്ലേ? ഇതെടുക്കുന്നില്ലേ? ടിക്കറ്റ്സാണ്. എടാ ഇങ്ങനെ വെച്ച താജ്മഹൽ അമ്മ പിടിച്ചിക്കണ പോലെ. അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓട്ടോയിൽ വന്നപ്പോഴേ ഈ ചുറ്റുമുള്ള സ്ഥലങ്ങൾ വേറെ രീതിയിലുള്ള സ്ഥലങ്ങളല്ലേ, ഭയങ്കര ക്രൗഡ്. അതെ 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 അതെ. പിന്നെ ഇപ്പൊ ഇവിടെ ഇതും കൂടി ആയതുകൊണ്ട്, ഹോളിയും കൂടി ആയതുകൊണ്ട് ആകെ മൊത്തം ബഹളാണ്.
പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര കാം പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായി മാറി. എന്നാട്ടോ ശരിക്കുള്ള വ്യൂ. ഇത് താജ്മഹലിന്റെ പിൻഭാഗമാണ്. ഇത് ഗേറ്റ് നമ്പർ 4 അല്ലേ, താജ്മഹലിന്റെ പിൻഭാഗം കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാം എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അവിടെ കേട്ടോ. ഇരുട്ടിട്ടോ ഞങ്ങളിവിടെ കുറച്ചേരൊക്കെ ഇരുന്നു. പക്ഷെ നിറയെ പ്രാണികളുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പോവാം അല്ലേ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നമ്മൾ കുറച്ച് ടയേർഡാ. ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓട്ടോ ചേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ ഓട്ടോയിലുള്ള ആള് ഇവിടെ എന്തായാലും കയറണം, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കയറ്റിയതാണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ വേണ്ട പറഞ്ഞിട്ട് ഒരു നിർബന്ധിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ താജ്മഹലിൻ്റെ രൂപങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു. ഒക്കെ നല്ല വിലയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതും കിട്ടിയില്ല. എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതൊരു ഹോം സ്റ്റേ ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ഹോംലി ഫുഡ് നമുക്ക് അവിടെ എത്തിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇവിടെ ഡിന്നർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡിന്നർ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവർ ഉണ്ടാക്കണത് തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വന്ന് അങ്ങനെ വയറിന് അത്ര പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡല്ലേ, ചാൻസ് ഇല്ല എന്നല്ല, ഒട്ടും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇനി പങ്കിടുള്ള യാത്രയൊക്കെ നമ്മൾ പുറത്തുനിന്നല്ലേ കഴിക്കണേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ വീട്ടിൽ 1-2 പച്ചക്കറി ഉണ്ട്, എന്താ വേണ്ടേ ചോദിച്ചതിൻ്റെ അടുത്ത്. ഞാൻ ഇവിടെ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് മതി. അപ്പോൾ 1-2 പച്ചക്കറി ഉണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കി തരട്ടെ ചോദിച്ചു. പിന്നെ ഓ ആയിക്കോട്ടെ അപ്പോൾ നമുക്കത് കഴിക്കാം കേട്ടോ. കഴിച്ച് എന്നിട്ട് വേഗം കിടന്നിട്ട് നാളെ രാവിലെ നമുക്ക് നേരത്തെ എണീക്കണം. ഒരു 4:30 എങ്ങനെ എണീറ്റാലേ നമുക്കൊരു 5-5:30 ആകുമ്പോഴേക്കത് ഇടാനുള്ള ഔട്ട്ഫിറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-5:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാം. നല്ലോണം നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ കാണാമെന്നുള്ള ഇതിലാണ് വിചാരിച്ചത്. ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഈ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയാം. നല്ല രസമുണ്ടല്ലേ ഡൈനിങ് ടേബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊരു വീടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിൾ വെക്കാട്ടോ. ഭയങ്കര രസമാണ് വീട്. നല്ല രസമാട്ടോ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ഫ്രിഡ്ജും ഇപ്പം ഉണ്ടാക്കിയതാണ്. നല്ല ചൂടുള്ള റൈസ്, പിന്നെ ദാൽ കറി, ഗോബി. ഇതാണ് പക്ഷെ എനിക്കിത് കാണും. കുറച്ച് ദാൽ ഒഴിക്കട്ടെ. കളയരുത് കേട്ടോ. പക്ഷെ ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. different dal? No, this is fine. So tasty. You people already had dinner? Our routine is totally upside down. Okay. Late breakfast, late lunch, and my younger one is also here, so you can understand. Oh. Give me my spoon. I tried this. ഇഷ്ടമായോ? Yeah, I tried 3. എനിക്ക് ഇഷ്ടമായി. അയ്യോ ഇനിയിപ്പോൾ കിടക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടല്ലോ അതേ കണ്ടോ കേക്ക്, അത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോം മെയ്ഡ് കേക്ക്, നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടം അത്ര കുക്ക് ചെയ്യാൻ. കുക്കിംഗ് ക്ലാസ്സസ് ഒക്കെ എടുത്തു കൊടുക്കണതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വിശപ്പും ഉണ്ടായിരുന്നു നന്നായിട്ട്. നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. ഇനി കിടക്കാടാ ഗൈസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ നമുക്ക് കാണാം. നാളെ താജ്മഹൽ പിന്നെ റെഡ് ഫോർട്ടും ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് അങ്ങനെ കാണാം. Good night. Good night.